സോ ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ആസ് യൂഷ്വൽ നമ്മുടെ രതീഷ് അണ്ണൻ്റെ വെറുപ്പിക്കൽ കണ്ടന്റോട് കൂടി തന്നെയാണ് തുടക്കം. അതിന് എന്താണേലും 3 ദിവസമായിട്ടും ഒരു കുറവുമില്ല. രതീഷ് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ മികച്ച കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടാണെങ്കിൽ പോലും മികച്ച കണ്ടന്റ് തന്നെയാണ് പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് പുള്ളിയുടെ മിടുക്ക് തന്നെയാണ്. കാരണം 3 ദിവസമായി പുള്ളി വന്നപ്പോൾ മുതൽ ബിഗ് ബോസ് ഹൗസിൽ പുള്ളിക്ക് വേണ്ട ഒരു സ്ഥാനം പുള്ളി ഉറപ്പിച്ചു കഴിഞ്ഞു. അതിപ്പം ബിഗ് ബോസ് ഹൗസിലുള്ളവരെ വെറുപ്പിച്ചിട്ടാണെങ്കിലും പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് രീതിയിൽ പുറത്തേക്ക് കണ്ടന്റുകൾ പോയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ സ്പേസ് അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. പുള്ളിയെക്കുറിച്ചാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലും സംസാരം, ബിഗ് ബോസ് ഹൗസിന് പുറത്തും പുള്ളിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതാണ് പുള്ളിയുടെ വിജയം. എന്തായാലും പുള്ളിയുടെ ആ ഒരു കണ്ടന്റ് ക്രിയേഷനുമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു ഇന്നും. എന്നാൽ നമ്മുടെ രതീഷിന് ഒരു തിരിച്ചടി കിട്ടിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷിൻ്റെ ഒരു 8ന്റെ പണിയാണ്. അത് വേറൊന്നുമല്ല, സുരേഷിനെ പോയി രതീഷ് കെട്ടിപ്പിടിക്കുകയും അത് പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ വരികയും അത് തുറന്നു പറയുകയും ചെയ്തു. അതായത് കഴിഞ്ഞ ദിവസം തൊട്ട് ഒരു ദിവസം മുന്നെയാണ് ജാൻമണിയുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായത്. അതായത് ജാൻമണി വന്ന് രതീഷിനെ കെട്ടിപ്പിടിക്കുകയും രതീഷ് വലിയ പ്രശ്നമാക്കുകയൊക്കെ ചെയ്തു. രതീഷിന് അതായത് ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, അവരൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും. ജാൻമണി വേറൊരു ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ രതീഷ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരു ദിവസം പോലും ആയില്ലെന്ന് ഓർക്കണം, ഈ പറഞ്ഞ രതീഷ് തന്നെ പോയി സുരേഷിനെ കെട്ടിപ്പിടിച്ചു. പുള്ളി വിചാരിച്ചത് അത്ര പ്രതീക്ഷിച്ചില്ല. പുള്ളി ഒരാണാണെന്നുള്ള രീതിയിൽ പോയി കെട്ടിപ്പിടിച്ചതാണ്. അതായത് പുള്ളിക്കത് പ്രശ്നമില്ലല്ലോ, ആണുങ്ങൾ തമ്മിലാണല്ലോ, അതൊരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളി ചെയ്തത്. ബട്ട് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അത് രതീഷിന് ഒരു പണി കൊടുത്തതാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. ആവാം, ചിലപ്പം പുള്ളിക്ക് താല്പര്യമില്ലായിട്ടാകാം വേറൊരാൾ വന്നിട്ട് അങ്ങനെ ഒരു ടച്ച് ചെയ്യുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ പുള്ളിക്ക് ഇഷ്ടമല്ലാതായിട്ടാവാം. അത് പേഴ്സണൽ ഇഷ്ടങ്ങളാണല്ലോ. എന്തായാലും പുള്ളി അത് പറഞ്ഞു ഇഷ്ടമല്ല, താല്പര്യമില്ല. അതൊരു മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് അത് ഓപ്പണാക്കി പറഞ്ഞു കഴിഞ്ഞപ്പം വൻ അടിയായിപ്പോയി രതീഷിനെ സംബന്ധിച്ച്. പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുകയും ചെയ്തു. ഭയങ്കര വിഷമവും വന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അങ്ങനെ ഒരു തിരിച്ചടി പുള്ളി പ്രതീക്ഷിച്ചില്ല. എന്തായാലും അങ്ങനെ ഒരു മൂമെൻറ്റ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സുരേഷിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തായാലും സംഭവം നടന്നു കഴിഞ്ഞു. പിന്നെ ഈ പറയുന്ന രതീഷിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്ത് കണ്ടന്റ് എവിടെ എങ്ങനെ ഒപ്പിക്കാമെന്ന് ആലോചിച്ച് നടക്കുന്ന പുള്ളിക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പുള്ളിക്ക് നെഗറ്റീവ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒന്നും നോക്കിയില്ല, ബാഗും സാധനങ്ങളും എടുത്ത് ബിഗ് ബോസ് ഞാൻ ക്വിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അതായത് പുള്ളി വേറൊന്നുമല്ല, പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ അറിയാം. ബിഗ് ബോസ് പുറത്തേക്ക് ഇറക്കി വിടില്ല എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കറിയാം. കാരണം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ബിഗ് ബോസ് സീസണുകളും വ്യക്തമായി കണ്ട് പഠിച്ച് എല്ലാ അടവുകളും എന്താ പറയുക മനസ്സിലാക്കി വന്നൊരു വ്യക്തിയാണ്. അപ്പം ബിഗ് ബോസ് എന്താണേലും വെറുതെ ഒന്നും ഡോറ് തുറന്ന് പുറത്തേക്കൊന്നും ഇറക്കിക്കൊണ്ട് പോകത്തില്ല. അപ്പം പുള്ളി അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടണം, ജനങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുള്ളവരും ആ പുള്ളീനെ കുറിച്ച് സംസാരിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബാഗും എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയതും. അവിടെ വെച്ച് ഭയങ്കര സീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. എന്നാൽ ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ആരും വലിയ കാര്യമായി മൈൻഡാക്കാനോ പുള്ളിനെ തിരിച്ചു വിളിക്കാനോ വരണമെന്നോ ഒന്നും പറയാൻ പോയിട്ടില്ല. അപ്പോൾ അത് പുള്ളിക്ക് അത് മറ്റൊരു തിരിച്ചടിയായി. കാരണം പുള്ളി വിചാരിച്ചത് കുറച്ച് പേര് വരും, അവിടെ കുറച്ച് സീൻ ക്രിയേറ്റ് ചെയ്യാൻ പലരും വന്ന് സംസാരിക്കുമ്പോൾ അതിന് വേണ്ട എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് പുള്ളിയുടെ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ നടത്തി വീണ്ടും അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു സ്ക്രീൻ സ്പേസ് നേടാമെന്നാണ് കരുതിയത്. പക്ഷേ മറ്റുള്ളവർക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയതുകൊണ്ട് ആരും അങ്ങോട്ട് പോയില്ല. അതാണ് ഇതിനകത്തെ സത്യാവസ്ഥ. അങ്ങനെ പുള്ളിക്ക് ലാസ്റ്റ് മനസ്സിലായി ഇതൊരു കരയ്ക്ക് അടുക്കില്ല, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും പോയില്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. പിന്നെ കിട്ടിയ ഒരു ചാൻസിൽ പുള്ളി സംസാരമൊക്കെ ആയിട്ട് കുറച്ച് പേര് എത്തിയ ഒരു ഗ്യാപ്പിൽ ടക്കെന്ന് ഈ പറഞ്ഞതുപോലെ ബാഗും എടുത്ത് മൊത്തത്തിൽ തേഞ്ഞിട്ട് നിൽക്കുകയാണ്. ഒന്നും നോക്കിയില്ല, ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തന്നെ കയറി. എന്നിട്ട് നിർത്തിയില്ല കേട്ടോ. പുള്ളിക്ക് കയറി കിട്ടിയ ഒരു അവസരത്തിൽ പിന്നെ ഡയലോഗ് അടികൾ വീണ്ടും തുടങ്ങി. അതായത് റോക്കിയോടാണ് വെല്ലുവിളികളാണ് നടത്തുന്നത്. അതായത് നിനക്കൊക്കെ ധൈര്യമുണ്ടോടാ, എനിക്ക് ധൈര്യമുണ്ട്, ക്വിറ്റ് ചെയ്ത് ഞാൻ പോയിട്ട് പോലും ബിഗ് ബോസ് എന്നെ പുറത്തിറക്കി വിട്ടില്ല. അതായത് ബിഗ് ബോസിന് എന്നെ വേണം, ആവശ്യമുണ്ട്, നിനക്കൊക്കെ ഈ ധൈര്യമുണ്ടോ, ക്വിറ്റ് ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ടോ, അങ്ങനെയുള്ള വെല്ലുവിളികൾ പലതും നടത്തുകയുണ്ടായി. ഈ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടന്നു പോകുന്നു. ഒരു തരത്തിൽ ആ ഒരു സംഭവങ്ങളും കഴിഞ്ഞ് ആ ഒരു ദിവസത്തിൻ്റെ ഒരു സംഭവം. കാരണം പുള്ളി മാത്രമേ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്കി ആരും അവിടെ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ആസ് യൂഷ്വൽ ഡെയിലി റുട്ടീൻസ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നമ്മുടെ പവർ റൂംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പവർ റൂമിലുള്ളവർ ഈ പവർ വേണ്ട രീതിയിലൊന്നും ഉപയോഗിക്കുന്നില്ല. വെറുതെ ലേസി ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു ദിവസം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യമായ ടാസ്കുകളൊന്നും ബിഗ് ബോസും കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിൻ്റെ വാർണിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ
പവർ കൊടുത്തിട്ട് എന്തുകൊണ്ട് പവർ റൂമിലുള്ളവർ പ്രോപ്പറായിട്ട് ഈ പവർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള വാണിംഗ് ഒക്കെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുണ്ടായി. പിന്നെ ഒരു ക്യാപ്റ്റൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് അതിലും കണക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ആദ്യത്തെ ആ ഒരു ദിവസത്തെ ഒരു സംഭവമൊക്കെ കണ്ടപ്പം വിചാരിച്ച്, കാരണം കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നെങ്കിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമുക്ക് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പുറത്തേക്ക് വരും, ഗെയിമിലേക്ക് വരും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന അർജുൻ തീർത്തും പിൻനിരയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായത് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം പേഴ്സണലായുള്ള സംസാരങ്ങളും കാര്യങ്ങളും. എന്തായാലും അത് പുള്ളിയുടെ ഒരു ഗെയിം പ്ലാൻ ആണോ എന്നത് അറിയത്തില്ല. കാരണം എല്ലാവരെയും ഒബ്സർവ് ചെയ്ത് പയ്യെ എല്ലാവരെയും പ്രോപ്പറായിട്ടൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് പയ്യെ ഗെയിമിലേക്ക് വരാം, അതുവരെ ഒന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒന്ന് പിടിച്ച് നിൽക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഗെയിം കളിച്ച് വരുന്നത്. എന്തായാലും ക്യാപ്റ്റൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ട രീതിയിലുള്ള ഒരു മികച്ച പ്രകടനമോ കാര്യങ്ങളോ ഒന്നും നടത്തിയില്ല. ഈ പറഞ്ഞതുപോലെ രതീഷിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിജോ ആണ് പിന്നീട് കുറച്ചെങ്കിലും ഈ മൂന്നാമത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് പുള്ളിയുടെ വ്യക്തമായ കാര്യങ്ങളിൽ ഇടപെടുകയും വ്യക്തമായ സ്ഥലങ്ങളിൽ പുള്ളിയുടെ തീരുമാനങ്ങൾ അറിയിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ അറിയാവുന്ന ആളാണ്. രതീഷിനെ പോലെ ഒരു എല്ലായിടത്തും പോയിട്ട് പ്രേക്ഷകർക്ക് ഒരു ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുന്ന രീതിയിലല്ല സിജോയുടെ ഒരു ഇത്. പുള്ളിക്ക് ഭയങ്കര കാൽക്കുലേഷൻ ഉണ്ട്, ഭയങ്കര ഗെയിം സെൻസോട് കൂടിയാണ് സിജോ ഈ കളിച്ചു വരുന്നത്. ഈ മൂന്നാമത്തെ ദിവസവും പ്രേക്ഷകർക്കൊരു ഇംപ്രഷൻ നൽകുന്ന രീതിയിലാണ് സിജോയുടെ ഒരു പെർഫോമൻസ്. സിജോയെ പോലെ തന്നെയാണ് മുടിയൻ, റോക്കി, ഇവരൊക്കെ ആ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മുന്നിലേക്ക് വരുമെന്ന് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ടാസ്കുകളൊന്നും വരാത്തത് കൊണ്ട് കൂടുതൽ അവരുടെ കഴിവുകൾ അവർക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല. ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങളൊക്കെ കണക്കാണ്. പ്രത്യേകിച്ച് ആരും ഒരു ആക്റ്റീവ് മോഡിലേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫീമെയിൽ കണ്ടസ്റ്റൻ്റെ സൈഡിൽ നിന്നും ജാസ്മിൻ ജാഫർ, ആള് അത്യാവശ്യം ആക്റ്റീവാണ്, സംസാരിക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അധികം വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകളൊന്നും പറഞ്ഞൊന്നും മുന്നോട്ട് വരുന്നില്ല. എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, തൻ്റെ ഒരു സ്പേസ് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ മാത്രമാണെന്ന് പറയാം. അല്ലാതെ അതിനപ്പുറം ഒരു പോയിന്റ് വാലിഡായിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ സംസാരിക്കുന്നു എന്നതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഫീമെയിൽ കണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് കുക്കഡായിട്ടുള്ള മൈൻഡിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ് ശ്രീലേഖ. വളരെ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരെയും പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ വളരെ ഗ്രഡ്ജസ് വെച്ചിട്ട് നമുക്ക് പെരുമാറുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും വളരെ ഗ്രഡ്ജസ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഗെയിമിനുള്ളിൽ തന്നെയുള്ള പണിഷ്മെൻറ്റുകളാണെന്നുണ്ടെങ്കിലും കൊടുക്കുന്നത്. ഈ പറയുന്നത് പോലെ ഈ പവർ റൂമിലുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ, അവർക്ക് കുറച്ച് പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഓരോ പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കാം. പക്ഷേ പുള്ളിക്കാരത്തി എന്ന് പറയുന്നത്, പുള്ളിക്കാരത്തിക്ക് ദേഷ്യമുള്ള ആളുകളെ സെപ്പറേറ്റ് തിരഞ്ഞു പിടിച്ചിട്ട് ഒക്കെയുള്ള പരിപാടികളുള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. എന്നാൽ പോലും പുള്ളിക്കാരത്തി ഭയങ്കര കുക്കഡാണ്, ഭയങ്കര കണ്ണിങ് ആണ്. ഏത് രീതിയിൽ ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ആർക്കെതിരെയും ഗെയിം കളിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ സൈലൻ്റ് ആയിട്ടാണ് അത് മുൻനിരയിലേക്ക് വന്നിട്ടുള്ള ഒരു പരിപാടിയോ ഓപ്പണായിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. പിൻനിരയിൽ ഒളിച്ചിരുന്നുള്ള ഗെയിമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഈ പറയുന്ന 19 കണ്ടസ്റ്റൻസിൽ 2 നമ്മുടെ കോമണേഴ്സ് വന്നു, എന്തിനാണെന്ന് പോലും അറിയത്തില്ല. അതിൽ നമ്മുടെ റസ്മിൻ ഭായി ഒരു അവസാന സമയത്തേക്ക് ആയപ്പം, മൂന്നാമത്തെ ദിവസത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ കുറച്ച് ഫയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അല്ലാതെ ഒരു ഗെയിമിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹൗസ് ആക്ടിവിറ്റീസിലോ എന്തെങ്കിലും കാര്യങ്ങളിൽ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നതോ ആയി മൂന്നാമത്തെ ദിവസവും കണ്ടില്ല. ബട്ട് അവസാനമായത്തേക്കും കുറച്ച് റേസായി നിൽക്കുന്നുണ്ട്. അതെന്താകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. മറ്റൊരു കോമണറായിട്ടുള്ള നിഷാന എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല, വന്നതൊക്കെ കണക്ക് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ശരണ്യ, ശ്രീതു, അൻസിബ, അതുപോലെ തന്നെ നോറ, ഇവരൊക്കെ എന്തിനാണ് അതിനുള്ളിൽ നിൽക്കുന്നതെന്ന് പോലും അറിയത്തില്ല. കാരണം വന്നു, എന്തൊക്കെയോ ഫുഡ് കഴിക്കുന്നു, അതുപോലെ അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നു, അതല്ലാതെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും തരുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം. കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്താണെന്നും ഇവരുടെ പെർഫോമൻസ് എന്താണെന്നും ശരിക്കുള്ള അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ മാത്രമേ ഒന്ന് ചൂട് പിടിക്കൂ. അതിന് എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നത്തെ ആ ഒരു എന്താ പറയുക പവർ റൂമിന് വേണ്ടിയുള്ള ഒരു ടാസ്ക് ബിഗ് ബോസ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കണ്ടസ്റ്റൻസ് തമ്മിൽ കുറച്ച് അടിയായി, തെറ്റിപ്പിരിയലായി, പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്കറിയാം എത്രത്തോളം ഈ പറയുന്ന ആ ഒരു സേഫ് പ്ലേ എല്ലാവരും കളിക്കുമെന്ന്. കാരണം കുറച്ച് പേര് ഭയങ്കരമായിട്ട് സേഫ് പ്ലേ കളിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കാരണം ഭയങ്കര നല്ലവനായ ഉണ്ണി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ നിന്ന്
മുന്നോട്ട് പോകാനാണ് കുറേ പേര് നോക്കുന്നത്. അത് മെയിൻലി ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് ആ ഒരു ശ്രമം നടക്കുന്നത്. ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു അവരുടെ ഇമേജസ് ഒന്നും പുറത്ത് വേറൊരു രീതിയിൽ പോകാതെ വളരെ മാന്യമായിട്ട് വളരെ നീറ്റായിട്ട് ആണ് ഗെയിം കളിച്ചു പോകുന്നത്. അവരൊക്കെ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് കരുതുന്നത്. കാരണം നാളത്തെ ഒരു പ്രൊമോയിലും അങ്ങനെ തന്നെ കുറച്ച് ചെറിയ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടായി. കാരണം ഇപ്പോഴുള്ള ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്, അതൊന്ന് പൊട്ടിയാൽ മാത്രമേ ഇവരൊക്കെ പുറത്തേക്ക് വരത്തുള്ളൂ. കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ലൂപ്പ് ഉണക്ക് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. കുറച്ച് പേര് പക്ഷേ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് വരും. അങ്ങനെ നിൽക്കുന്ന ഒരു കുറച്ച് പേരാണ് നമ്മുടെ സിജോയ്, റോക്കി, മുടിയൻ. ഇവരൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. സിജോയുടെ കാര്യം പിന്നെ പറയണ്ട. അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഗെയിമാണ് മെയിൻ. അതിൻ്റെ ഗെയിം കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളുമേ പുള്ളിക്കുള്ളൂ. എന്തായാലും ഈ ഒരു മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ മൊത്തത്തിലൊരു ആവറേജ് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്തിനെ വെച്ച് നോക്കുമ്പം പിറകോട്ടാണ് വരുന്നത്. ആദ്യത്തെ ദിവസം നമ്മളൊക്കെ പ്രതീക്ഷിച്ചു മികച്ചൊരു ഗെയിമൊക്കെ സിജോയും റോക്കിയും കൂടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം നല്ലൊരു സീസൺ ആയിരിക്കും തുടങ്ങുന്നത്. നല്ലൊരു സെറ്റപ്പോട് കൂടിയാണ് ഇവർ ആദ്യം തന്നെ ഭയങ്കരമായിട്ട് പ്ലാനിങ് ഒക്കെയാണ്. അപ്പം വരും ദിവസങ്ങളിലൊക്കെ നല്ല പെർഫെക്റ്റ് ഗെയിമും നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരുന്നൊരു ബിഗ് ബോസ് ഷോ നമുക്ക് അല്ലെങ്കിൽ എപ്പിസോഡുകൾ അല്ലെങ്കിൽ 24/7 ലൈവ് ഒക്കെ കാണാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ആദ്യത്തെ ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടെല്ലാം പിറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് മെയിനായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അവർ ക്യാപ്റ്റൻ ആകണമായിരുന്നു. അവരിൽ ആരെങ്കിലും ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഈ ഒരു ആഴ്ച തന്നെ മൊത്തത്തിൽ ടോട്ടലി നമുക്ക് ഒരു മാറ്റി ഒരു മൊത്തത്തിലൊരു അടിപൊളി ആഴ്ചയാക്കി മാറ്റിയേനെ. കാരണം ആ ഒരു ക്യാപ്റ്റൻ അവിടെ ഒരു ചേഞ്ച് ആയതുകൂടി മൊത്തം അങ്ങോട്ട് ശോകമായി പോകുന്നൊരവസ്ഥയാണ്. കാരണം എറിയാനറിയാവുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ല എന്ന് പറയുന്ന പോലെ. കാരണം എറിയാനറിയാവുന്നവൻ്റെ കയ്യിൽ അധികാരം കൊടുത്തില്ല. ഒന്നും അറിയത്തില്ലാത്തവൻ്റെ കയ്യിലാണ് പോയി അധികാരം കൊടുത്തിരിക്കുന്നത്. കാരണം ആ ഒരു ഗെയിം ടെസ്റ്റിങ്ങിലൂടെയാണ് ഈ ഒരു ആഴ്ച തന്നെ മൊത്തത്തിൽ ശോകമായി പോയത്. സിജോയോ അല്ലെന്നുണ്ടെങ്കിൽ റോക്കിയോ ആരാണ് ക്യാപ്റ്റൻ ആയെങ്കിൽ ഈ പവർ റൂമിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പും മെമ്പേഴ്സും ആംബിയൻസും എല്ലാം മാറും. അവന്മാർ മൊത്തത്തിലിട്ട് നല്ല അടിപ്പം ഗെയിം തന്നെയായിരിക്കും ഈ ഒരാഴ്ച അവർ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ആ ഒരു സംഭവം മാറിയതോടുകൂടി പവർ റൂം പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല, ക്യാപ്റ്റൻ പ്രോപ്പർ കാര്യങ്ങൾ നോക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെ ഒരു എന്താ പറയുക, ബിഗ് ബോസ് ഹൗസ് തന്നെ ഒരു ശോകമായി പോയി. ആകെ പിന്നെ ഇതിനകത്ത് എടുത്ത് പറയത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിലാണെങ്കിൽ പോലും രതീഷിൻ്റെ കുറച്ച് പുള്ളി ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടൻസൻസ് മാത്രമേ ഉള്ളൂ. ആ കണ്ടൻറ്റ് കൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇതെല്ലാം പുള്ളി കുറച്ച് പഠിച്ചെടുത്ത് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ബിഗ് ബോസ് സീസണുകളെല്ലാം കണ്ട് മനസ്സിൽ ഒരു ഭയങ്കര വെപ്രാളത്തോടു കൂടി വന്ന് എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് അപ്ലൈ ചെയ്യുവാണ് പുള്ളി. പക്ഷേ ആൾ പ്രോപ്പറാണ്, പുള്ളിക്കെല്ലാം ഐഡിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പുള്ളി പക്ഷേ ഇതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് ആവശ്യമുള്ള സമയത്ത് പ്രോപ്പറായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മികച്ചൊരു കണ്ടസ്റ്റൻ്റ് ആകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. പക്ഷേ പുള്ളി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പഠിച്ചതും അറിഞ്ഞതും എല്ലാം ഒരു വെപ്രാളത്തിൽ വന്നവർ ഒറ്റ നിമിഷം ഒരൊറ്റ സ്ട്രെച്ചിൽ ഫുൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുവാണ്. ആ ഒരു അപ്ലൈ ചെയ്യുന്നത് വഴി പുള്ളിയുടെ അടവുകളും എല്ലാം അങ്ങോട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആവനാഴിയിലെ അമ്പുകളെല്ലാം തീർന്നു എന്ന് പറയുന്നത് പോലെ 2 ആഴ്ച കൊണ്ട് മിക്കവാറും പുള്ളിയുടെ അമ്പുകളെല്ലാം തീരും. ലാസ്റ്റ് ആയുധമില്ലാതെ നിരായുധനായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും പുള്ളിയെ സംബന്ധിച്ച്. എന്തായാലും നമുക്ക് പുള്ളി കാത്തിരുന്ന് കാണാം പുള്ളി മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തായാലും നിലവിൽ കണ്ടന്റ് പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കിടയിലും ബിഗ് ബോസ് ഹൗസിലും സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ ദിവസം തീരുമ്പം എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ, അതുപോലെ തന്നെ സിജോ, അതുപോലെ റോക്കി, മുടിയൻ, ഇങ്ങനെ കുറച്ച് പേര്. ബാക്കിയുള്ളവരൊക്കെ പുറകെ എത്തുന്നുണ്ടോ എത്തുന്നില്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. എന്തായാലും മൂന്നാം ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയൊരു സ്റ്റേജാണ്. അതായത് ഒരു മൊത്തത്തിലുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ പോലെയല്ല ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് കണ്ടസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ്, അവരെങ്ങനെ എന്ത് പ്രകടനത്തിലൂടെ വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ കൂടെയാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിലൊക്കെ എത്രത്തോളം ഇവർ മികച്ചതാകാമെന്ന്. എന്തായാലും ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ശോകമായി തന്നെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ മുൻകൈ എടുത്ത് മികച്ച ടാസ്കുകൾ കൊടുത്ത് ഇവരെ മൊത്തത്തിലൊന്ന് ചൂടാക്കിയാൽ മാത്രമേ മികച്ചൊരു സീസൺ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പറായ സമയത്തൊരു വൈൽഡ് കാർഡ് എൻട്രി, 1-2 വൈൽഡ് കാർഡ് എൻട്രി കൂടെ വന്നൊന്ന് ഗെയിം ടെസ്റ്റിംഗ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സീസൺ എന്തെങ്കിലും ഒരു നിലനിൽപ്പുള്ളൂ. നിലവിൽ ഈ ഒരു കണ്ടസ്റ്റൻസിനെയും വെച്ചിട്ട് ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ
അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നവർക്ക്, നിങ്ങൾ പ്രേക്ഷകർക്കും അറിയാം അത് എത്രത്തോളം ഇനി വിജയിക്കുമെന്ന്. പലരും ഇപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. പല വീഡിയോകളുടെ അടിയിലാണെന്നുണ്ടെങ്കിലും അതായത് ബിഗ് ബോസിൻ്റെ തന്നെ കണ്ടന്റ് പോകുന്ന പല ചാനലുകളിലും ഈ പറയുന്നത് പോലെ പല പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതായത് പലരും മോശമായ കമൻറ്റുകൾ തന്നെയാണ് പറയുന്നത്. ആർക്കും വലിയ താല്പര്യങ്ങളൊന്നുമില്ല, എല്ലാം വാഴകളാണെന്നാണ് പറയുന്ന കണ്ടസ്റ്റൻസുകളൊക്കെ. വളരെ ചുരുക്കം ചിലർ മാത്രമേ എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമെങ്കിലും പറയുന്നുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇവർ മികച്ച രീതിയിൽ വരുമെന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും. ആദ്യത്തെ ഒരു 1-2 ആഴ്ചയിൽ 2 പേരെ വിറ്റൊക്കെ ആയി മത്സരം ഒന്ന് ചൂട് പിടിച്ച് വരുമ്പോൾ അറിയാം. എന്തായാലും കുറച്ച് കണ്ടസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. അവരെന്താണേലും മുന്നോട്ട് വരുമെന്നറിയാം. 1-2 വൈൽഡ് കാർഡും കൂടെ വന്നു കഴിയുമ്പോൾ ടോട്ടലി ഗെയിം ഒന്ന് ടൈറ്റ് ആകുമെന്ന് നമുക്ക് തന്നെ പ്രതീക്ഷയോടെ അടുത്തൊരു ദിവസത്തിനായി കാത്തിരിക്കാം.